നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് സ്കാം ദ ഫാർമ ഫയൽസ് എന്ന ധ്രുവ് റാഡിയുടെ ഏറ്റവും പുതിയ വീഡിയോയുടെ മലയാള പരിഭാഷയാണ്. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന അതേ തനിമയോടെ തന്നെ അതേ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എറേഴ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് പോകാം. ഇലക്ട്രൽ ബോണ്ട് സ്കാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഈ അവകാശവാദം ഉന്നയിക്കുന്നത് താനല്ല എന്ന് ധ്രുവ് പറയുന്നു. ഈ അവകാശവാദം ഉന്നയിക്കുന്നത് നിർമ്മല സീതാരാമൻ എന്ന നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഹസ്ബൻഡ്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ്. Bond issue is not only the biggest scam in India, but this is the biggest scam in the world. കഴിഞ്ഞ വീഡിയോയിൽ ധ്രുവ് പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട അഴിമതിയല്ല, അഴിമതികളുടെ ഒരു കൂട്ടമാണ്. പൊതുമുതൽ ഒരു ലജ്ജയുമില്ലാതെ അപഹരിക്കപ്പെടുന്ന അഴിമതികൾ, അനർഹരായ കമ്പനികൾക്ക് സർക്കാർ ടെൻഡർ നൽകിയ അഴിമതികൾ, നികുതി വെട്ടിപ്പ് നടത്തുന്ന കമ്പനികൾക്ക് മോഷണം തുടരാൻ അനുവദിച്ച അഴിമതികൾ, കമ്പനികളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന അഴിമതികൾ. എന്നാൽ ഇതിനെല്ലാം പുറമെ പൗരന്മാരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ചില അഴിമതികളുമുണ്ട്. ഒരു വ്യക്തി ഒരു രോഗം മൂലം മരണമടഞ്ഞാൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവഹിതമായിരുന്നു. പക്ഷേ ചിന്തിച്ചു നോക്കൂ, ഒരാൾ മരിക്കുന്നത് നിലവാരമില്ലാത്ത മരുന്ന് മൂലമാണെങ്കിലോ അത് ദൈവഹിതമെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക, കമ്പനികൾ നിർമ്മിച്ച നിലവാരമില്ലാത്ത മരുന്നുകൾക്കെതിരെ ഗവൺമെന്റ് റെഗുലേറ്റേഴ്സ് നടപടികൾ എടുക്കാതിരിക്കുകയും ആ ഒരു മരുന്ന് കഴിച്ച് ആളുകൾ മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഒരു ഡാർക്ക് പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ ഇതിവൃത്തം പോലെ തോന്നുമെങ്കിലും നിർഭാഗ്യവശാൽ ഇതാണ് സത്യം, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഹെൽത്ത് റിപ്പോർട്ടർ പ്രിയങ്ക പുല്ല തയ്യാറാക്കിയതും 2021 ഡിസംബറിൽ ലൈവ് മിന്റിൽ പ്രസിദ്ധീകരിച്ചതുമായ ഈ റിപ്പോർട്ട് നോക്കൂ. 2021 മെയ് 9 മുതലുള്ള ഒരു കഥയാണ് ഈ റിപ്പോർട്ട് നമ്മോട് പറയുന്നത്. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗത്തിനിടെ ഉത്തർപ്രദേശിലെ ചിരഞ്ജീവി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അനസ്തേഷ്യോളജിസ്റ്റ് ജിതേന്ദ്ര പാലിന് നഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന് ഒരു കോൾ വരുന്നു. 2 രോഗികളിൽ അപരിചിതമായി കാണിക്കുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇത്. 2 രോഗികളും കടുത്ത പനിയിൽ വിറയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു. 2 രോഗികൾക്കും ആന്റിവൈറൽ മരുന്നായ റെംഡെസിവിറിന്റെ ആദ്യ ഷോട്ട് നൽകിയിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഈ ഒരു മരുന്നെടുത്ത രോഗികളിൽ ഇതായിരുന്നു പ്രതികരണം. ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജിതേന്ദ്ര പാൽ ലൈഫ് സ്റ്റൈൽ ഹോസ്പിറ്റലിലെ 4 രോഗികൾക്കും ഇതേ അവസ്ഥ കണ്ടിരുന്നു. പരിശോധനയിൽ ഈ 2 ആശുപത്രികളിലും റെംഡെസിവിറിന്റെ സെയിം ബാച്ച് രോഗികൾക്ക് നൽകിയതായി കണ്ടെത്തി. V100167 ബാച്ച് റെംഡെസിവിർ ഗുജറാത്തിലെ സൈഡസ് കാഡില എന്ന കമ്പനിയാണ് നിർമ്മിച്ചത്. UP സർക്കാരാണ് ഈ മരുന്ന് കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ രോഗികൾക്കിടയിലെ പ്രതികൂല പ്രതികരണങ്ങൾ ഡോക്ടർമാർ ശ്രദ്ധിച്ച ഉടനെ ഡോക്ടർമാർ ഈ ബാച്ച് മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തി. കോവിഡ് രോഗികൾക്ക് മറ്റൊരു മരുന്ന് ഉപയോഗിക്കുമെന്ന് ഡോക്ടർമാർ വീട്ടുകാരെ അറിയിച്ചു. ഈ മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയതോടെ രോഗികളുടെ അവസ്ഥ മെച്ചപ്പെട്ടതായി ജിതേന്ദ്ര പാൽ ലൈവ് മിന്റിനോട് പറഞ്ഞു. ഉത്തർപ്രദേശിലെ മറ്റ് പല ആശുപത്രികളിൽ നിന്നും ജാൻസി മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ്, ലാലാ ലജ്പത് റായ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ്, ആശീർവാദ്, അപെക്സ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്നും സമാന കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മെയ് 7-നും 9-നും ഇടയിൽ മറ്റൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അനൂജ് കുമാറും ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തു. ഈ കമ്പനിയിൽ നിന്നും റെംഡെസിവിറിന്റെ V100156 ബാച്ച് എടുത്ത 5 രോഗികൾക്ക് പെട്ടെന്ന് പനി ഉണ്ടാവുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു. കോവിഡിന്റെ ലക്ഷണങ്ങൾ സമാനമാണെങ്കിലും മരുന്നുകൾ കാരണം രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണെന്ന് ഡോക്ടർ അനൂജ് കുമാർ റിപ്പോർട്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും റെംഡെസിവിർ എടുത്തതിനു ശേഷം രോഗികളുടെ നില വഷളായി എന്ന വാർത്ത വന്നുകൊണ്ടിരുന്നു. ഈ മരുന്നുകൾ സമാനമായ ബാച്ചുകളിൽ നിന്നുള്ളവയായിരുന്നു. V100153, 156, 166, 167, 170 അല്ലെങ്കിൽ L100148. ഈ സന്ദർഭങ്ങളിലെല്ലാം മരുന്ന് നിർമ്മാണ കമ്പനി കാഡില തന്നെയായിരുന്നു. അതേപോലെ സർക്കാരിന്റെ സംഭരണ കമ്പനികൾ വൻതോതിൽ കാഡിലയുടെ മരുന്നുകൾ വാങ്ങി സൂക്ഷിച്ചിരുന്നു. പല ആശുപത്രികളിലും ഇതേക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചെങ്കിലും ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ സംസ്ഥാന റെഗുലേറ്റർമാർ കാര്യമായി ഒന്നും ചെയ്തില്ല. ബീഹാറിലെ റെഗുലേറ്റർമാർ മാത്രമാണ് ചെങ്കൊടി ഉയർത്തിയത്. V100167 ബാച്ചിലെ മരുന്നുകൾ അവർ പരിശോധിച്ചു. ഈ മരുന്നുകളിൽ യഥാർത്ഥത്തിൽ ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് അവർ കണ്ടെത്തി. മനുഷ്യരിൽ പനി ഉണ്ടാക്കുകയും അമിതമായി കഴിച്ചാൽ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാക്കാനും കഴിവുള്ള സംയുക്തമാണിത്. ഇത് പുറത്തു വന്നതോടെ പട്നയിലെ സിവിൽ കോടതിയിൽ ഈ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എന്നാൽ ഈ കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റ് ഗുജറാത്തിലായിരുന്നതിനാൽ ഈ കമ്പനിയുടെ മരുന്നുകൾ നിലവാരം പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഗുജറാത്ത് FDCAയുടെ ഉത്തരവാദിത്തമായിരുന്നു. ഈ കമ്പനിക്ക് ഈ മരുന്നുകൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് FDCA നൽകിയിരുന്നു. കമ്പനിയുടെ ചില മരുന്നുകൾ നിലവാരമില്ലാത്തതാണെന്ന റിപ്പോർട്ടുകൾ പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ ബീഹാറിലെ റെഗുലേറ്റർ ഗുജറാത്ത് FDCA വിവരം അറിയിച്ചു. ഈ ബാച്ചുകൾ പരിശോധിക്കേണ്ടത് ഗുജറാത്ത് FDCAയുടെ ഉത്തരവാദിത്തമായിരുന്നെങ്കിലും അവർ ഒരു പരിശോധനയും നടത്തിയില്ല. ഈ മരുന്നുകളുടെ ബാച്ചുകൾ ഒരിക്കലും തങ്ങളുടെ ലാബിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടില്ല എന്ന് ഗുജറാത്ത് റെഗുലേറ്ററി ലാബ് ജോയിന്റ് കമ്മീഷണർ മിന്റിനോട് പറഞ്ഞു. ലൈവ് മിന്റിന്റെ ജേർണലിസ്റ്റാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അത്തരത്തിലുള്ള കുറേയധികം റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ധ്രുവ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് താങ്കളുടെ വകുപ്പ് മരുന്നുകൾ പരിശോധിക്കാത്തതെന്ന് ഗുജറാത്ത് FDCA കമ്മീഷണറോട് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമം അനുസരിച്ച് ഈ മരുന്നിന്റെ ശേഷിക്കുന്ന ഓരോ കുപ്പിയും തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു. എന്നാൽ ഗുജറാത്ത് FDCA ഈ മരുന്നുകൾ തിരിച്ചു വിളിച്ചതിന് തെളിവില്ല. ഈ റിപ്പോർട്ടുകളെ കുറിച്ച് കാഡിലയുടെ വക്താവിനോട് ചോദിച്ചപ്പോൾ അവർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ ഈ കഥയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ് കൂടി. ഇത് സംഭവിക്കുന്നതിന് 6 മാസം മുൻപ് 2020 നവംബറിൽ ലോകാരോഗ്യ സംഘടന റെംഡെസിവിർ കോവിഡിനെതിരെ ഉപയോഗിക്കുന്നത് ഫലപ്രദമല്ല എന്ന് പറഞ്ഞിരുന്നു. 35 രാജ്യങ്ങളിലായി 450-ലധികം ആശുപത്രികളിലായി 14,000-ലധികം ആളുകളിൽ ലോകാരോഗ്യ സംഘടന പഠനം നടത്തി കോവിഡിനെതിരെ റെംഡെസിവിർ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയിരുന്നു. എന്നിരുന്നാലും നമ്മുടെ സർക്കാർ റെംഡെസിവിറിന് അംഗീകാരം നൽകി എന്ന് മാത്രമല്ല അതിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. 2021 ഏപ്രിൽ മുതലുള്ള സർക്കാരിന്റെ പത്രക്കുറിപ്പ് നോക്കൂ. ഈ മരുന്ന് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ 7 കമ്പനികൾക്കാണ് ഇത് നിർമ്മിക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണത്തിലെ പിഴവിനെ കുറിച്ചിട്ടാണ് ആ ഒരു റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കും, ഇത് ഇലക്ട്രൽ ബോണ്ടുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. നിഷേധിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്. എന്നാൽ ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ കാലക്രമം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം, ലോകാരോഗ്യ സംഘടന റെംഡെസിവിർ കോവിഡിനെതിരെ ഫലപ്രദമല്ല എന്ന് പറയുന്നു. രണ്ടാമതായി, ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശം അവഗണിച്ച് മോദി സർക്കാർ ഈ മരുന്നിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് അനുമതി നൽകുന്നു. മൂന്നാമതായി, സൈഡസ് കാഡില കമ്പനിക്ക് ഈ മരുന്ന് നിർമ്മിക്കാൻ ഗുജറാത്ത് FDCA അനുമതി നൽകുന്നു. നാലാമതായി, 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആശുപത്രികളിൽ മരുന്നിന്റെ തകരാറുകൾ കാരണം കോവിഡ് രോഗികളുടെ അവസ്ഥ ക്ഷയിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. അഞ്ചാമതായി, ഈ റെംഡെസിവിർ ബാച്ചുകളിൽ ബാക്ടീരിയൽ എൻഡോടോക്സിൻ അടങ്ങിയിട്ടുണ്ട് എന്ന് ബീഹാറിലെ റെഗുലേറ്റർ കണ്ടെത്തുന്നു. ആറാമത്, ഇതൊക്കെയാണെങ്കിലും ഗുജറാത്ത് FDCA ഈ റെംഡെസിവിർ ബാച്ചുകൾ പരിശോധിക്കാനായിട്ട് തയ്യാറായില്ല. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡാറ്റ പുറത്തു വന്നതോടെ സൈഡസ് കാഡില കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJPക്ക് 18 കോടി രൂപ സംഭാവന നൽകിയതായി കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി മോദിയോട് ഒരു ചോദ്യം മാത്രം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരന്റെ ജീവന് വിലയില്ലേ? സിക്കിം ഒരു ഫാർമ ഹബ്ബായാണ് കണക്കാക്കപ്പെടുന്നത്. SKM ഇത് പൂർണ്ണമായി മുതലെടുത്തതായിട്ടും ധ്രുവ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ സൈഡസ് കാഡില മാത്രമായിരുന്നില്ല ഇത്തരത്തിലുള്ള കമ്പനി. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന മറ്റൊരു ഫാർമ കമ്പനി കൂടിയുണ്ട്. ഗുണനിലവാരമില്ലാത്ത മരുന്ന് നിർമ്മാണത്തിനെതിരെ 2022-നും 2023-നും ഇടയിൽ 5 നോട്ടീസുകളാണ് ഈ കമ്പനിക്ക് ലഭിച്ചത്. ഇതിൽ 4 നോട്ടീസുകൾ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷനാണ് നൽകിയത്. ഈ കമ്പനി നിർമ്മിക്കുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന മരുന്ന് നിലവാരമില്ലാത്തതാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡാറ്റ നോക്കുമ്പോൾ ഈ കമ്പനി 2022 നവംബറിൽ 9.75 കോടി മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി കാണാൻ സാധിക്കും. ഇത് പണമായി കൈപ്പറ്റിയിരിക്കുന്നത് BJP ആണ്. പ്രധാനമന്ത്രി മോദി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് തുടക്കമിട്ടിരുന്നു. ഇതാണോ അദ്ദേഹത്തിന്റെ ഫിറ്റ് ഇന്ത്യ? ഗുജറാത്ത് ആസ്ഥാനമായുള്ള മറ്റൊരു കമ്പനിയായ ടോറന്റ് ഫാർമയെ നോക്കൂ. അതിന്റെ ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്ന് ഡിപ്ലാറ്റ് 150 സാലിസിക് ആസിഡ് പരിശോധനയിൽ പരാജയപ്പെട്ടു. മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2018 ഇത് നിലവാരമില്ലാത്തതാണ് എന്ന് പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബറിൽ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകി. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആവർത്തിച്ചിട്ടുള്ള പരാജയങ്ങൾ കാരണമായിരുന്നു അത്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? 2019 മെയ് മുതൽ 2024 ജനുവരി വരെ ഈ കമ്പനി 77.5 കോടി മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. പണത്തിൽ ഭൂരിഭാഗവും 61 കോടിയും BJPക്കാണ് ലഭിച്ചത്. ഈ കമ്പനിയുടെ മരുന്നുകളെക്കുറിച്ച് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനാൽ ഇന്ത്യൻ അധികാരികൾ ഇത് പരിശോധിക്കണമായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ BJP സർക്കാർ ഒരു നടപടിയും അതിനെതിരെ സ്വീകരിച്ചില്ല. മറ്റൊരു പ്രമുഖ ഫാർമ കമ്പനിയായ സിപ്ലയ്ക്ക് അവരുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് 4 കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരുന്നു. 2018 ഓഗസ്റ്റിൽ ഒരു പരിശോധനയ്ക്കിടെ ഈ കമ്പനിയുടെ RC കപ്പ് സിറപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടെത്തി. 2021 ജൂലൈയിൽ അവരുടെ റെംഡെസിവിർ മരുന്നിൽ റെംഡെസിവിർ എന്ന ഘടകത്തിന്റെ അളവ് അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയും നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. ഈ കമ്പനി 39.2 കോടി മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 37 കോടി BJPക്കും 2.2 കോടി കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചു. 2019 ജൂലൈയിലും 2019 ഒക്ടോബറിലും ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. എന്നാൽ 2019 നവംബറിൽ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാവുകയും ചെയ്തു. 2022 ജൂൺ വരെ അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടർന്നു. അതിനുശേഷം വീണ്ടും BJP വരുന്നു. നമ്മൾ അടുത്തതായി എന്താണ് കാണുന്നത്? ഈ കമ്പനി 2022 നവംബറിൽ വീണ്ടും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. അവസരങ്ങൾക്കായി കൈക്കൂലി കൊടുക്കുന്ന ഈ പദ്ധതി ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള തോന്നലാണ് എന്നുണ്ടെങ്കിൽ 2022 ഡിസംബറിലെ ഒരു കേസിനെ കുറിച്ചിട്ട് ധ്രുവ് പറയുന്നുണ്ട്. നിലവാരമില്ലാത്ത ചുമ മാറാനുള്ള സിറപ്പ് കുടിച്ചതിനെ തുടർന്ന് ഉസ്ബെക്കിസ്ഥാനിൽ 18 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. കുട്ടികൾക്ക് നൽകിയ ചുമയ്ക്കുള്ള സിറപ്പാണ് ഇതിന് കാരണമെന്ന് WHO സ്ഥിരീകരിച്ചു. കുട്ടികൾക്ക് നൽകിയ ആംപ്രനോൾ സിറപ്പ്, ഡോഗ് 1 മാക്സ് സിറപ്പ് എന്നിവയെ ലാബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കിയ സമയത്ത് ഈ 2 ഉൽപ്പന്നങ്ങളിലും ഉയർന്ന അളവിൽ ഡയഥിലിൻ ഗ്ലൈക്കോളും എഥിലിൻ ഗ്ലൈക്കോളും അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി.
ഈ 2 ചുമ സിറപ്പുകളും ഉത്തർപ്രദേശിലെ മാരിയോൺ ബയോടെക് എന്ന കമ്പനിയാണ് നിർമ്മിച്ചത്. ഉസ്ബെക്കിസ്ഥാനിലെ ക്വാറമാക്സ് മെഡിക്കൽ ആണ് ഇത് വിതരണം ചെയ്തത്. ഗാംബിയയിലും കാമറൂണിലും ചുമ സിറപ്പ് കുടിച്ച് കുട്ടികൾ മരിച്ചതായി വാർത്ത വന്നു. ഹരിയാന ആസ്ഥാനമായുള്ള മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ്, മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള റേമാൻ ലാബ്സ്, മൊത്തത്തിൽ 141 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 68 മരണങ്ങളുടെ കാരണം മാരിയോൺ ബയോടെക്കിന്റെ ചുമ സിറപ്പായിരുന്നു. ഈ സംഭവത്തോട് ഉസ്ബെക്കിസ്ഥാൻ സർക്കാരിന്റെ പ്രതികരണം എന്തായിരുന്നു? ക്വാറമാക്സ് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളും അവരുടെ ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. 2023 ജനുവരിയിൽ ക്വാറമാക്സിന്റെ മെഡിക്കൽ ലൈസൻസ് കോടതി റദ്ദാക്കി. ഈ കമ്പനി ഇറക്കുമതി ചെയ്ത അവശേഷിക്കുന്ന എല്ലാ മരുന്നുകളും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന് ഉത്തരവാദികളായ ആളുകൾക്ക് 2 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. അതിലൊരാളായിരുന്നു ക്വാറമാക്സിന്റെ ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാഘവേന്ദ്ര പ്രതാർ സിംഗ്. ഇയാൾക്ക് 20 വർഷം തടവ് വിധിക്കപ്പെട്ടു. ഇതിനുശേഷം ഈ കമ്പനി നിർമ്മിച്ച കപ്പ് സിറപ്പുകളുടെ 22 സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ മായം കലർന്നതായി കണ്ടെത്തി. മായ കെംടെക് ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നാണ് മാരിയോൺ ബയോടെക് പ്രൊപ്പലിൻ എന്ന ചേരുവ വാങ്ങുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മായ കെംടെക് എന്ന കമ്പനിക്ക് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് മെറ്റീരിയലുകൾ വിൽക്കാനുള്ള ലൈസൻസ് പോലും ഇല്ലായിരുന്നു. വ്യാവസായിക ഗ്രേഡ് മെറ്റീരിയലുകൾ വിൽക്കുന്നതിനുള്ള ലൈസൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വ്യാവസായിക ഗ്രേഡ് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വിഷമാണ്. ലിക്വിഡ് ഡിറ്റർജന്റുകൾ, പെയിന്റുകൾ അല്ലെങ്കിൽ കോട്ടിങ്ങുകൾ എന്നിവയിലാണ് ഇത് കോമണായി ഉപയോഗിക്കുന്നത്. തങ്ങളുടെ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ മറ്റൊരു കമ്പനി കപ്പ് സിറപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് തങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് എന്ന് മായ കെംടെക് വാദിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് മാരിയോൺ ബയോടെക് ഇത് ചെയ്തത്? 10 വർഷത്തിലേറെയായി കമ്പനി ഈ ചുമ സിറപ്പുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് ഈ കമ്പനിയുടെ അന്നത്തെ ഓപ്പറേഷൻസ് മേധാവി തുഹിൻ ഭട്ടാചാര്യ റോയിട്ടേഴ്സിനോട് സമ്മതിച്ചു. ആ 10 വർഷങ്ങളിൽ ഒരിക്കലും അവർ അവരുടെ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ പരിശോധിച്ചിട്ടില്ല. ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ 2022 ഡിസംബറിൽ മാരിയോൺ ബയോടെക്കിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്തു. 2023 മാർച്ചിൽ ഉത്തർപ്രദേശ് അധികൃതർ ഈ കമ്പനിയുടെ നിർമ്മാണ ലൈസൻസ് റദ്ദാക്കി. 3 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ കമ്പനിയുടെ 2 ഡയറക്ടർമാരായ സച്ചിൻ ജെയിൻ, ജയ ജെയിൻ എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 2 ആളുകളെയും ഒരു ജീവനക്കാരനെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചതായി UP പോലീസ് ഓഫീസർ വിജയ് കുമാർ പറയുന്നു. 2023 ഏപ്രിലിൽ അലഹബാദ് ഹൈക്കോടതി സച്ചിൻ ജെയിൻ, ജയ ജെയിൻ എന്നിവരുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അവർക്കെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. 2023 ഒക്ടോബറിൽ ഫാക്ടറി വീണ്ടും തുറക്കാൻ ഈ കമ്പനിക്ക് അനുമതി ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ സെപ്റ്റംബർ 14 ഉത്തരവിറക്കിയതായി കണ്ടെത്തി. പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കമ്പനിക്ക് അനുമതിയില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. എന്നാൽ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാനും വിൽക്കാനും അനുമതിയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒറ്റപ്പെട്ട ഒരു കേസല്ല. മറ്റൊരു കമ്പനിയെക്കുറിച്ച് സമാനമായ ഒരു കഥയുണ്ട്. 2023 സെപ്റ്റംബറിലുള്ള ഈ ഒരു വാർത്താലേഖനം നോക്കൂ. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏകദേശം 12 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർക്ക് 2 മാസം മാത്രമേ പ്രായമുള്ളൂ, ചിലർക്ക് 1 വയസ്സും, ചിലർക്ക് 2 വയസ്സും. ഉയർന്ന അളവിൽ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയ ചുമ സിറപ്പാണ് ആ കുഞ്ഞുങ്ങളുടെയും മരണകാരണം. ഡിജിറ്റൽ വിഷൻ ഫാർമ കമ്പനിയാണ് ഈ ചുമ സിറപ്പ് നിർമ്മിച്ചത്. ഇത് പരിശോധിച്ചപ്പോൾ വ്യാവസായിക നിലവാരത്തിലുള്ള ചേരുവകൾ അവരുടെ മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇത്രയും കുട്ടികൾ മരണപ്പെട്ടിട്ടും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ 3 വർഷമെടുത്തു. സംഭവം നടന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും ആരും ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയില്ല. ഈ സംഭവത്തിന് മുൻപ് ഡിജിറ്റൽ വിഷൻ ഫാർമ കമ്പനിക്ക് നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇതേപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. 2023 ഡിസംബറിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ വിവിധ ചുമ സിറപ്പുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ചുമ സിറപ്പുകളുടെ കയറ്റുമതി ഗുണനിലവാര പരിശോധനയിൽ 54 ഫാർമ കമ്പനികൾ പരാജയപ്പെട്ടതായി കണ്ടെത്തി. വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിന് ലോകത്തിന്റെ ഫാർമസി എന്ന ഖ്യാതിയുണ്ട്. എന്നാൽ ഈ 3 കമ്പനികൾ ആ പ്രശസ്തിക്ക് കോട്ടം തട്ടിച്ചു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, രാജ്യം ഈ മരുന്നുകളുടെ ഗുണനിലവാരമൊക്കെ പരിശോധിക്കാൻ വേണ്ടി കർശനമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവരണം. അത്തരത്തിലുള്ള ചില നിയമ നടപടികൾ മുൻപ് പാസ്സാക്കിയിരുന്നു. എന്നാൽ ഇവിടെ ധ്രുവ് പറയുന്നത് 2023 ഓഗസ്റ്റിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ റിപ്പോർട്ട് ചെയ്ത ഈ ലേഖനം വായിക്കുക. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്കുള്ള പിഴകൾ ലഘൂകരിക്കാനുള്ള ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി. ഒരു കമ്പനി ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ ഉണ്ടാക്കിയാൽ അതിന് ചുമത്തുന്ന പിഴ കുറയ്ക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ജൻ വിശ്വാസ് ബിൽ ഇത്തരത്തിലുള്ള കമ്പനികളെ ചെറിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നു. ഇത് തെറ്റാണെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ കുറ്റം ആക്കാതിരിക്കരുതെന്നും പൊതുജനാരോഗ്യ പ്രവർത്തകൻ ദിനേശ് താക്കൂർ പറഞ്ഞു. പക്ഷേ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ സെക്ഷൻ 27D സർക്കാർ ഭേദഗതി ചെയ്തതാണ് ഏറ്റവും പ്രശ്നകരമായ ഒരു കാര്യം. ഒരു കമ്പനി ലാബ് ടെസ്റ്റിൽ വിജയിച്ചില്ലെങ്കിൽ നേരത്തെ അവർക്ക് 1 മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പ് മാത്രം മതി. വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പണം നൽകാം. ആരാണോ പരാതിക്കാരൻ അവർക്ക് പണം നൽകാം. ഗ്ലെൻമാർക്കും സിപ്ലയും അവരുടെ ലാബ് ടെസ്റ്റുകളിൽ പരാജയപ്പെടുകയും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണ സംഭാവന ചെയ്യുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ FDA നിലവാരമില്ലാത്ത മരുന്നുകൾക്ക് ഹെട്രോ കമ്പനിക്ക് 6 നോട്ടീസുകളാണ് കിട്ടിയത്. ഇതിൽ 3 അവരുടെ റെംഡെസിവിർ മരുന്നിനെ കുറിച്ചുള്ളതായിരുന്നു. മറ്റുള്ളവ ഒരു ആന്റി ഫംഗൽ മരുന്ന്, ബാക്ടീരിയ അണുബാധയ്ക്കുള്ള മരുന്ന്
ഇഡ്ബോർ ക്യാപ്സൂൾ എന്നിവയ്ക്കായിരുന്നു. ഒരു കമ്പനിയിൽ നിന്ന് ഇത്രയധികം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ നിർമ്മാണ ലൈസൻസ് റദ്ദാക്കേണ്ടതായിരുന്നുവെന്ന് മുൻ ഡ്രഗ്സ് ജോയിന്റ് കമ്മീഷണർ പറയുന്നു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? കമ്പനി നിശബ്ദമായി മരുന്നുകൾ തിരിച്ചു വിളിക്കുകയും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും ചെയ്തു. അന്ന് തെലങ്കാനയിൽ BRS ആയിരുന്നു അധികാരത്തിൽ. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഹെട്രോ ഗ്രൂപ്പ് BRSന് 120 കോടി സംഭാവന നൽകി. കമ്പനിയുടെ സ്ഥാപകനും ചെയർമാൻമാർക്കും BRS രാജ്യസഭാ സീറ്റുകൾ പോലും നൽകി. 2022 മഹാരാഷ്ട്രയിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അവർ ഈ കമ്പനിയിൽ നിന്ന് 15 കോടി മൂല്യമുള്ള ബോണ്ടുകൾ എൻക്യാഷ് ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ ഫാർമയുമായി ബന്ധപ്പെട്ട കമ്പനികളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. പ്രധാനമന്ത്രി മോദിയെ നോക്കൂ. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ചില അപാകതകൾ ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫണ്ടുകളുടെ ഒഴുക്ക് മോദി കാരണമാണ് ജനങ്ങൾ അറിഞ്ഞത് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം മോഡിയാണല്ലോ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതുകൊണ്ട് ആര് എത്ര കൊടുത്തു എന്ന് കാണാൻ സാധിക്കുമത്രേ. ഇലക്ട്രൽ ബോണ്ട് ഒരു രഹസ്യ രാഷ്ട്രീയ ഫണ്ടിംഗ് രീതിയായിരുന്നു. സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ ഈ കണക്കുകളൊക്കെ അറിയുന്നത്. ഇതിനു മുൻപ് നമുക്ക് ഈ കണക്കുകൾ വ്യക്തമല്ല. ഇതൊരു കേസായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് എത്രയൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകൾ പുറത്തു വന്നത്. അല്ലാതെ മോഡി ഇലക്ട്രൽ ബോണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ജനങ്ങളിലേക്ക് സുതാര്യമായി കണക്കുകൾ എത്തിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഈ പദ്ധതി തിരശ്ശീലയ്ക്ക് പിന്നിൽ തുടരുമായിരുന്നു എന്നതാണ് സത്യം. 945 കോടിയാണ് ഫാർമ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പല പാർട്ടികൾക്കും സംഭാവന നൽകിയത്. അതിൽ സിംഹഭാഗവും കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. ഒരു രാഷ്ട്രീയ നേതൃത്വം ആളുകളുടെ അടിസ്ഥാന അത്യാവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകളിൽ പോലും പണം വാങ്ങി ഗുണനിലവാരത്തിൽ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിച്ച് എത്ര കാലം മുന്നോട്ടേക്ക് പോകും? അങ്ങനെ ഒരു വലിയ ചോദ്യമാണ് ധ്രുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ കൂടെ മുന്നോട്ടേക്ക് വരുന്നത്. ഈ ഒരു വീഡിയോ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അദ്ദേഹം പല ജേർണലിസ്റ്റുകളെ അവരുടെ വർക്കുകളെ സോഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ ലിസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒപ്പം കാണിച്ചേക്കാം. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങളിൽ നല്ല രീതിയിൽ ഹിന്ദി അറിയാവുന്ന ആളുകൾക്ക് ആ ഒരു വീഡിയോ സിമ്പിളായിട്ട് മനസ്സിലാവും. അത്യാവശ്യം അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ആ ഒരു വീഡിയോയ്ക്കുണ്ട്. തീരെ അറിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്ദി.